La 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 la. La 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 la. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കാറ്റിൻ ചെപ്പുകിലുങ്ങി ബലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പുകിലുങ്ങി ബലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധതീരം. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം. കൗമാരമുന്തിരി തളിർവാടിയിൽ കുളിരാർന്നുവല്ലോ വസന്തരാഗം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. ഗുഡ് മോർണിംഗ് അജൽ. ഹലോ. സൂപ്പർ. എന്താ തോന്നി? മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ആണോ? ചെറുതായിട്ട്. ഓക്കെ, ചോദിച്ചോക്കാം. എം ജി സാർ. അജല കുജല സാർ, ഈ പാടിക്കഴിഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ഓ എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പം എന്താണ് ഇനിയിപ്പം ഇവര് പറയാൻ പോണത് അല്ലേ? അങ്ങനെയൊക്കെ വിചാരിച്ചു. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കുറെ ഭാഗങ്ങൾ വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. പിന്നെ മോന്റെ ശബ്ദത്തിൽ പാടുന്നു, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ ചെവിയിലെല്ലാം ദാസേട്ടനാണ് കിടക്കുന്നത്, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഹമ്മിങ് ഒന്ന് ശരിയാക്കണം. കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ രണ്ടാമത് പാടിയപ്പോഴത്തേക്ക് ശരിയായെങ്കിൽ പോലും ആ ലാൻഡിങ് ഒക്കെ കുറച്ച് പ്രശ്നമുണ്ടായി. പിന്നെ അഞ്ജന താഴ്വരയിൽ ലാൻഡിങ് ഒക്കെ ഉണ്ടല്ലോ, ആ ലാൻഡിങ് പോർഷൻസ് എല്ലാം ലാൻഡിങ് ആണ് പല്ലവിയിൽ വന്ന ശ്രുതിയുടെ കുറച്ച് പ്രോബ്ലം വന്ന്. പിന്നെ കൗമാരമുന്തിരി അതൊന്ന് പാടിക്കേ. കൗമാരമുന്തിരി തളിർവാടിയിൽ
കുളിരാർന്നുവല്ലോ വസന്തരാഗം. കുറച്ച് പെർഫെക്ഷൻ വരാം കേട്ടോ, കുറച്ച് മെലഡി വരാം. പിന്നെ ലാസ്റ്റിൽ പാടിയ കുറച്ച് ക്ലാസിക്കലായി പോയോ എന്നൊരു സംശയം. ആ കണിമഞ്ഞ് മൂടുമി, ഇപ്പൊ പാടിയതും കുറച്ചുണ്ടായിരുന്നു. അതെ ഒരംശമുണ്ട്. പക്ഷെ ഇതിൽ ഒരുപാടായിപ്പോയി. കണിമഞ്ഞു മൂടുമി കണിമഞ്ഞ് മൂടുമി സന്ധ്യയിൽ കണിമഞ്ഞ് മൂടുമി, അത്രേ മതി. കണിമഞ്ഞ് മൂടുമി കണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യ. ഓ അത്രയും വേണോ മോനേത്? നവരംഗ സന്ധ്യയിൽ അവർക്ക് സന്ധ്യയെങ്കിലും ഒന്ന് കുറയ്ക്കും. നവരംഗ സന്ധ്യയിൽ സന്ധ്യയിൽ നവരംഗ സന്ധ്യയിൽ അവിടെ ഡൈനാമിക്സ് അരികേ മധുചന്ദ്രബിം അവിടെ അവിടെ ദരദാരരേ. മധുചന്ദ്രബിംബമേ. മോൻ സ്ട്രേറ്റ് ആയിട്ട് പാടി പോവാണ്, എന്നാലും ഇതിനകത്ത് കുറച്ച് ഡൈനാമിക്സ് ഒക്കെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും കേട്ടോ. സോ വളരെ നന്നായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല പാട്ടുകാരനാണ്. ഓക്കെ, ദെൻ ഓർക്കസ്ട്ര ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, താങ്ക് യു സർ. ഷാനിക്ക. അജലേ സാർ. നന്നായിട്ട് പാടി അജലേ. താങ്ക് യു സാർ. അജലേ, പ്രഥമ ദൃഷ്ട്യ ഓക്കെ സാർ. എന്താണ് അതിന്റെ അർത്ഥം? പ്രൈമ ഫേഷ്യ ആണ്. കേട്ടില്ല. സാർ, ഞാൻ ഫോറൻസിക് ഒക്കെ പഠിച്ചപ്പോ അതിനകത്ത് ഈ പ്രഥമ ദൃഷ്ട്യ എന്നുള്ള വാക്കുകൾ ഞങ്ങള് പ്രഥമ ദൃഷ്ട്യ എനിക്ക് തോന്നിയത് അജലെ, ഈ പ്ലാൻസിന് അജല് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ അറ്റാക്ക് ഉണ്ട്. അതൊന്ന് സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാട്ട് ഭയങ്കര സുഖമായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ കണിമഞ്ഞു മൂടുമയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇടിച്ചാണ് വീഴണേ. അത് ദാസർ പാടിയൊന്നും അതൊരു പ്ലാനാണ്, എനിക്കൊരു സംഗതിയാണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഓരോ നോട്ടും ഹിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്ലോയിൽ പോകുന്നത്. ഞാൻ അവിടെ ബേസ് ആയതുകൊണ്ട് സൗണ്ട് കേൾക്കുമോ എന്നുള്ളൊരു സൗണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ മൈക്കിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് ആക്കിയാൽ മതി അജലെ, അത് കേൾക്കും കേട്ടോ. അജല് ഉഗ്രനായിട്ട് പാടിയിട്ടുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ കേൾക്കാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഈ പ്ലാൻസിന് എനിക്കൊന്ന് കഴിഞ്ഞ പാട്ടിനും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് ട്രെയിൻ ചെയ്താൽ മതി, പറ്റും കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ. ഫേഷ്യലേ ചക്കര എന്തൊരു ഉഗ്രം പാട്ട്, ഒരു ഉഗ്രം പാട്ട്. അപ്പൊ അണ്ണാച്ചിയുടെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചിക്ക് ആദ്യം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. എടാ ചക്കരെ, നിന്റെ ആലാപ് നീ കുറച്ചും കൂടെ ആ തുടക്കം ലല്ല ഒന്ന് നോക്കി പിടിക്കണം കേട്ടോ. ആ എന്റെ മാത്രം ഒന്ന് പാടാമോ? ആ ലല്ല എടാ. മതി മതി പാട്ട് ഇപ്പൊ പാടി നിർത്തിയിട്ട് ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ ചക്കരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഔസേപ്പച്ചൻ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പനിനീർ കിനാക്കളിൻ പ്രണയാങ്കുരം ഇത് നമ്മൾ ചേരും എന്ന് പറഞ്ഞ അനൂപ് ഇത് എത്ര ശ്രുതി? ബി ഫ്ലാറ്റ്. അപ്പോൾ അവിടെ ഒരു സി മൈനർ കോഡുണ്ട്, അത് വണ്ടർഫുള്ളാണ്. ഒന്ന് പാടാമോ? പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ആ ഒരു കോഡിന് അണ്ണാച്ചി അന്തയ്ക്ക് ഇന്ത പട്ട് ഇരിക്കട്ടും എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഉമ്മ. അല്ല ഇത് സി ആണ്, സിയിൽ പാടി എങ്ങനെ ഇരിക്കും? സിയിൽ പറ്റത്തില്ലേ? ബിയേക്കാൾ ഇറക്കിയ അവൻ. പനിനീർക്കിനാ ചക്കര നീ ഈ പോർഷൻ പാട് പല്ലവിയുടേത്. കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ. ആ വെപ്രാളം നിർത്തിയിട്ട് പാടാമോ? കണിമഞ്ഞു മൂടുമീ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും മേതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും. അതല്ലേ നല്ല രാപ്പാടിയുണരും സ്വരരാജിയിൽ
പനി നീർക്കിനാക്കൾ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധ തീരം. ഇതെന്തിനാ ഇത് കുറച്ചത്? ഒറ്റയേറി എറിഞ്ഞേരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. എന്തിനാ കുറച്ചത്? എടാ, ഇതാണ് എന്ത് പ്രസൻസ് എന്തിനാ കുറച്ചത്? മനസ്സിലാവുന്നില്ല. അന്ന് അത്ര ഭയങ്കര ഹൈ പോർഷൻസ് ഒന്നും ഇല്ലതാനും. പക്ഷെ എന്തെങ്കിലും മനോഹരമായിട്ടൊരു പാട്ട് എടുത്തോണ്ട് വന്ന് നമ്മുടെ അണ്ണാച്ചിയുടെ, അപ്പൊ അണ്ണാച്ചിക്ക് ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയോട് കൂടി ഞാൻ എൻ്റെ അണ്ണന്റെ ചുണ്ടിനി ഞാൻ മുറിച്ചു കളയും. അതായിരിക്കും നല്ലത്. ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? അയ്യോടാ ചേച്ചി, നമുക്ക് തിരിച്ചു നിർത്താം. ഒരു നൃത്തം ചെയ്യും. അജലേ, അജലേടാ സൂപ്പർ പാട്ടിടാ. എന്താ പറയാ, ഔസേപ്പ് ബച്ചൻ സാറിന്റെ ഈ ഒരു പാട്ട് എപ്പോ കേട്ടാലും കോളേജ്, ഞങ്ങളുടെയൊക്കെ കോളേജ് ഡേയ്സ് സമയത്ത് ആര് കോളേജിൽ പാടാൻ വരുമ്പോഴും ഈ പാട്ടുണ്ടാവും. ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ പെമ്പിള്ളേരും, ഞാൻ വിമൻസ് കോളേജിലല്ലേ പഠിച്ചു, എല്ലാ പെമ്പിള്ളേരും ഇരുന്ന് കൈയടിക്കും. അപ്പൊ ഇതൊരു ഹരം പാട്ടാണ്. എനിക്ക് തോന്നിയത് തുടക്കത്തിലുള്ള ആ ലാല ലാല ഒരു ടെൻഷൻ അജലിനുണ്ടായിരുന്നു. അപ്പം അവിടെ എനിക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നു എന്ന് തോന്നി. അത് മാത്രമേ ഇവർ വിട്ടുപോയത്, ബാക്കി എല്ലാവരും പറഞ്ഞു. ശ്രുതി മാക്സിമം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ പാടാനുള്ള ഒരു ശ്രമം നടത്തുക. തീരെ വയ്യ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ മാത്രം എന്തെങ്കിലും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അതർവൈസ് ഇറ്റ് വാസ് നൈസ്. നല്ല ഉടുപ്പ്, നല്ല ഷൂസ്, നല്ല പാൻസ്, നന്നായിട്ടുണ്ട് കാണാൻ. ആ നിപ്പും ആ പാട്ടും എല്ലാം കലക്കിടാ. പിന്നെ ശ്രേയ നന്നായിരുന്നുടാ, നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വയ്ക്കാം. 8.8. ഷാനിക 8.8. ചേച്ചി 8.9. ശരത് സാർ ഓക്കെ. സോ ടോട്ടൽ 26.5. ഓക്കേടാ.